ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ചൊവ്വാഴ്ച വരെ കൊളുത്തിയിരുന്നു. അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് നമുക്ക് വിളക്ക് കൊളുത്താൻ പറ്റില്ല. അടുത്ത ചൊവ്വാഴ്ച തൊട്ട് ഇനി ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പി ഉണ്ടാക്കിയാണ്. അപ്പത്തിൻ്റെ കൂടെ ഇന്ന് കടലക്കറിയാണ് വയ്ക്കുന്നത്. നമ്മൾ സ്ത്രീകൾ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ തലമുറയിൽ. ഇത് ഇപ്പോൾ എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. കാരണം നാട്ടിൽ സാധാരണക്കാരായ അമ്മമാരുടെയും സ്ത്രീകളുടെയും എല്ലാം കൈകളിൽ ഇപ്പോൾ സ്വന്തമായിട്ട് കാശുണ്ട്, അവരുടെ അക്കൗണ്ടിൽ കാശുണ്ട്. നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നത് മുഖാന്തരം. അല്ലാതെ ഒരുപാട് സ്ത്രീകൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പുതിയ ഓരോ കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് കാശുണ്ടാക്കി അവരുടെ കുടുംബത്തിന് സഹായമാകുന്നവരുണ്ട്. പണ്ടൊക്കെ എല്ലാവരും അവരുടെ ഭർത്താക്കന്മാർ തരുന്നത് നോക്കി എന്തോ ആവശ്യത്തിന് അവരുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കണമായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ത്രീകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ. പണ്ടൊക്കെ മദ്യപാനികളായ ഭർത്താക്കന്മാരുള്ള സ്ത്രീകളുടെ അവസ്ഥയൊക്കെ ഭയങ്കര ഭീകരം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് തൊഴിലുറപ്പ് വന്നതോടുകൂടി അവർക്കൊക്കെ ഒരുപാട് ആശ്വാസമായിട്ടുണ്ട്. ഭർത്താക്കന്മാരുടെ മുൻപിൽ കൈനീട്ടി നിൽക്കേണ്ട, അവർക്കെതിരെ അവരെ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു നിന്ന് പറയാനുള്ള ഒരു ധൈര്യമൊക്കെ ഇന്ന് അവർക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം കാരണം അവരുടെ കയ്യിൽ വരുന്ന ആ ഒരു വരുമാനം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികളും അതുപോലെ തന്നെയാണ്. നല്ല കഴിവുള്ളവരാണ്. അവർ സ്വന്തമായിട്ട് ജോലി നേടിയതിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറയുന്നവരാണ്. അതുമാത്രമല്ല, ചിലരൊക്കെ വിവാഹം വേണ്ടാന്ന് വെച്ച് ജീവിക്കുന്നവരുണ്ട്. അതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. പക്ഷേ സ്വന്തമായിട്ടൊരു വരുമാന മാർഗമായതിനു ശേഷം വിവാഹം വേണമെന്ന് പറയുന്നത് അത് തന്നെയാണ്. ആൺകുട്ടികളും അതുപോലെ തന്നെയാണ് കേട്ടോ. പെൺകുട്ടികളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇന്നത്തെ ജനറേഷനിലുള്ളവർ. അവരിപ്പം ജോലിയുള്ള ഒരു പെൺകുട്ടിയും ഒരു പുരുഷനുമാണെങ്കിൽ അവർ ജോലി കഴിഞ്ഞതിന് ശേഷം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ജോലികളെല്ലാം പരസ്പരം ഷെയർ ചെയ്ത് ചെയ്യുന്നവരാണ്. ഒരുപാട് പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ നാട്ടിലെ അറിയില്ല, ഇവിടുത്തെ കാര്യം ഞാൻ പറയുകയാണ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു 20 വർഷമായിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞാനത് എൻ്റേതെന്നോ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാറില്ല. എൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെ എൻ്റെ ഭർത്താവിന് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് മാത്രമാണ് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ ഞാൻ അതിൽ നിന്ന് പൈസ എടുക്കുന്നത്. അതിനു മുമ്പ് വരെ ഞാൻ എല്ലാ പൈസയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം അതിൽ നിന്ന് വീട്ടിലെ കാര്യങ്ങളും ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ കുറേശ്ശെ തീർത്ത് ഒന്ന് സെറ്റിലായി വരാൻ വേണ്ടി കുറച്ച് സമയമെടുത്തിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാനായിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാനൊന്നും വാങ്ങിക്കുകയോ അമിതമായിട്ട് ആർഭാടമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു ശീലം തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ അദ്ദേഹം നമുക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് പറയുമ്പോൾ തന്നെ പറയുമായിരുന്നു, ഉണ്ടല്ലോ നമുക്ക് ഉള്ളത് മതി, അതൊക്കെ പന്നലായിട്ട് പിന്നെ അത് വാങ്ങിക്കാമെന്ന് പറയാൻ. ആ കൂടി ഡ്രസ്സ് എടുക്കുന്നത് ഒരു ഓണം വരുമ്പോഴോ ഒക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. എന്തെങ്കിലും ഡ്രസ്സൊന്നും പന്നലായി കഴിഞ്ഞാൽ അത് മാറാൻ പറയും, അത് കളയാൻ പറയും, പിന്നെ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. പുതിയത് പിന്നെയും വാങ്ങിക്കാൻ പറയും. അപ്പം ഞാൻ കുറച്ച് മടി കാണിച്ചാലും അദ്ദേഹം എന്നെ നിർബന്ധിക്കാറുണ്ട് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞ്. അപ്പം നമ്മളുടെ ഓരോ അവസ്ഥകളാണ് നമ്മളെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കടമുള്ള സമയത്ത് അദ്ദേഹം ഒരുപാട് ഒതുങ്ങി ജീവിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, പ്രേരിപ്പിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. പലരുടെയും ജീവിതം പല രീതിയിലായിരിക്കുമല്ലോ. ഓരോരുത്തരും ജനിച്ച് വീഴുന്ന സാഹചര്യം അനുസരിച്ചായിരിക്കും, അല്ലെ അവരുടെ കുടുംബ പശ്ചാത്തലം അനുസരിച്ചായിരിക്കും അവർ ജീവിച്ചു പോരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർ സ്വയം മാറിക്കൊണ്ടേയിരിക്കും. കടങ്ങളും ബാധ്യതകളുമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിരിക്കും. അപ്പം അതെല്ലാം തീർത്ത് സ്വസ്ഥമായി ജീവിക്കാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ പൈസ ഒന്നും വേസ്റ്റാക്കാതെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് അതൊക്കെ തീർത്ത് അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെയല്ല, ചിലരൊക്കെ കാശ് കിട്ടുന്നത്
അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. അന്നന്നത്തെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി നോക്കാമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. പലരുടെയും ചിന്താഗതിയും പലതായിരിക്കും, പലരുടെ ജീവിത സാഹചര്യങ്ങളും പലതായിരിക്കും. അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. എങ്ങനെയാണെങ്കിലും സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിരിക്കണം. അത് അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.